നമ്മുടെ കേരള പാണ്ഡ്യത്തില് AR വിഭക്തിക്ക് കൊടുത്തിരിക്കുന്ന സംജ്ഞയെ പറ്റിയിട്ട് ചില വാദങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളത് കേൾക്കുമ്പോൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഭാഷാ വിഭക്തികൾക്ക് സംസ്കൃത സംജ്ഞകൾ ഉപേക്ഷിച്ച് പുതിയ പേരുകളൊക്കെ ഏർപ്പെടുത്തിയത് അത് ശരിയാണോ, അതെന്താണ്, അതിനെ പറ്റിയുള്ള വാദങ്ങളാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ ലീലാതിലകകാരൻ മുതല് ശേഷഗിരി പ്രഭു വരെയുള്ള മലയാള വൈയാകരണരും തമിഴ് വൈയാകരണരും വിഭക്തികൾക്ക് പ്രഥമാദി സംജ്ഞകളാണ് ഉപയോഗിച്ചത്. എന്നാൽ കേരള പാണിനി പുതിയ സംജ്ഞകൾ ഉപയോഗിക്കുന്നു. AR അത് പറയുന്നത്, മുമ്പേ പോയവര് കുഴിയിൽ വീണാല് പിമ്പേ വരുന്നവരും കുഴിയിൽ ചാടണമെന്ന നിർബന്ധമില്ലല്ലോ എന്നാണ് ARന്റെ വാദം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിഭക്തികൾക്ക് പുതിയ പേര് നൽകുകയാണ്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങള് ഇതൊക്കെയാണ്. സംസ്കൃതത്തില് കാരണങ്ങൾ എന്തെന്നാണ് ഇനി പറയുന്നത്. സംസ്കൃതത്തില് ഒരു രൂപത്തിന് പല അർത്ഥങ്ങളാണ് വിഭജിച്ചിട്ടുള്ളത്. തേന എന്ന തൃതീയ വിഭക്തിക്ക് ഹേതുവായിട്ട് അതായി, അതുകൊണ്ട്, അതിനാൽ, അതിനോട്, അതിലൂടെ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. സംസ്കൃതത്തില് ഒരു രൂപത്തിന് പല അർത്ഥങ്ങളാണ് വിഭജിച്ചിട്ടുള്ളത്. തേന എന്ന തൃതീയ വിഭക്തിക്ക് ഹേതുവായിട്ട് അതായി, അതുകൊണ്ട്, അതിനാൽ, അതിനോട്, അതിലൂടെ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ രൂപങ്ങൾക്കെല്ലാം കൂടി ഒരു പേര് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോ അക്കം കൊണ്ട് സൂചിപ്പിക്കുകയേ നിർവാഹമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സംസ്കൃത വൈയാകരണർ അക്കം കൊണ്ട് വിഭക്തിയെ നിർദ്ദേശിച്ചത്. എന്നാൽ മലയാളത്തിൽ ഒരു വിഭക്തി രൂപത്തിന് ഒരർത്ഥമേ ഉള്ളൂ. അർത്ഥം മാറുമ്പോൾ രൂപവും മാറും. ARന്റെ വാദമാണ് കേട്ടോ പറയുന്നത്. അപ്പോ അതുകൊണ്ട് മറ്റ് വ്യാകരണ സംജ്ഞകൾ പോലെ തന്നെ വിഭക്തിക്കും ഒരു പേര് നൽകാം. ആ അടിസ്ഥാനത്തിലാണ് 7 വിഭക്തികൾക്ക് പേര് കൽപ്പിച്ചത്. അപ്പോ എന്താണ് പറയുന്നത്, ഈ മലയാളത്തിലെ ഒരു വിഭക്തി രൂപത്തിന് ഒരർത്ഥമേ ഉള്ളൂ. അപ്പൊ അർത്ഥം മാറുമ്പോൾ രൂപവും മാറുമെന്നാണ് പറയുന്നത് അദ്ദേഹം. അതുകൊണ്ട് മറ്റു വ്യാകരണ സംജ്ഞകൾ പോലെ തന്നെ വിഭക്തിക്കും ഒരു പേര് നൽകാം. അപ്പൊ ആ അടിസ്ഥാനത്തില് 7 വിഭക്തികൾക്ക് പേര് കൽപ്പിച്ചു. അപ്പൊ ആ പേര് കൽപ്പിച്ചത്, ആ പേരാണ് ഇനി പറയുന്നത്. ഒരു പേര് നിർദ്ദേശിക്കുക മാത്രം ചെയ്യുന്നത് നിർദ്ദേശിക വിഭക്തി. അപ്പൊ എത്ര വിഭക്തി ഉണ്ട് നമുക്കറിയാലോ. എത്ര വിഭക്തി ഉണ്ട്? 7 വിഭക്തി. 7. ഒരു പേര് നിർദ്ദേശിക്കുക മാത്രം ചെയ്യുന്നത് നിർദ്ദേശിക വിഭക്തി. അതുപോലെ ക്രിയാഫലം പ്രതിഗ്രഹിക്കുന്ന ആളെ കാണിക്കുന്നത് കർമ്മ വിഭക്തി അഥവാ പ്രതിഗ്രാഹിക വിഭക്തിക്ക് കർമ്മ വിഭക്തി എന്നും പറയും. ഒന്നിനോട് യോജിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് സംയോജിക. കർമ്മം ആർക്ക് ഉതകണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അത് ഉദ്ദേശിക. ആർക്കാണോ ഉതകുന്നത് അത് ഉദ്ദേശിക. അതുപോലെ പ്രയോഗത്തിന് ഉപകരണമാകുന്നത് പ്രയോജിക. ഉപകരണം, പ്രയോജിക. ഉടമ എന്ന അർത്ഥം കാണിക്കുന്നത് സംബന്ധിക. ഉടമ എന്ന അർത്ഥം കാണിക്കുന്നത് സംബന്ധിക. ആധാരം എന്ന അർത്ഥത്തിൽ ആധാരിക. ആധാരം എന്ന അർത്ഥത്തിൽ ആധാരിക എന്നിങ്ങനെ പോകുന്നു വിഭക്തികളുടെ അർത്ഥയോജന. ഇതാണ് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞ കാര്യം. പറയുന്നത് സംസ്കൃതത്തിൽ 2 പ്രത്യയം വേണ്ടെടുത്ത് ഭാഷയിൽ 1, ഭാഷയിൽ 2 പ്രത്യയം വേണ്ടെടുത്ത് സംസ്കൃതത്തിൽ 1 മതി. രാമൻ എന്ന ഉദ്ദേശികയുടെ അർത്ഥം സംസ്കൃതത്തിൽ പറയണമെങ്കിൽ രാമ